ഇന്നത്തെ സമൂഹത്തിൽ PCOD വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ PCOD ഉള്ള പെൺകുട്ടികളുടെ അമ്മമാര് നമ്മുടെ OPയിൽ വന്നിട്ട് വളരെ കൺസേൺഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഫെർട്ടിലിറ്റി അഫക്റ്റഡ് ആകുമോ എന്നുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ന അസീസ്, IVF കൺസൾട്ടന്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. തീർച്ചയായിട്ടും അവരുടെ പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും, അവർക്ക് ഓവുലേഷനകത്ത് ബുദ്ധിമുട്ടുണ്ടാകും, അപ്പം ക്വാളിറ്റിയുള്ള അണ്ടങ്ങളായിരിക്കില്ല റിലീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫാൻസി ഡയറ്റുകൾക്ക് പിന്നാലെ പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് കിട്ടുന്ന ഫുഡ്സ് അവരുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതിനകത്തൊക്കെ നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ചെയ്യാവുന്നത് എക്സസൈസ് ആണ്. ഒരു 150 മിനിറ്റ്സോളം മോഡറേറ്റ് എക്സസൈസ് പെർ വീക്ക്, ഒരു 5 ദിവസം ഒരാഴ്ചയിൽ ചെയ്യുന്ന രീതിയിലേക്ക് ക്രമപ്പെടുത്തുക. അങ്ങനെ ഒരു 5 to 10% ബോഡി വെയിറ്റ് കുറയുന്നതിലൂടെ തന്നെ അവരുടെ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റി ഇഷ്യൂസ് മാറാനും അതുപോലെ തന്നെ ഓവുലേഷൻ കറക്റ്റ് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് നോക്കിയിട്ടും കൺസീവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ മെഡിക്കൽ ഹെൽപ്പുകൾ കൊടുക്കാറുണ്ട്. അതായത് അവരുടെ ഓവുലേഷൻ ഒന്ന് പ്രോപ്പർ ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുത്തിട്ടും ഓവുലേഷൻ ആകുന്നില്ല, അല്ലെങ്കിൽ ഓവുലേഷൻ ആകുന്നുണ്ട് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലാണ് പിന്നീടുള്ള ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുക. ഒന്ന്, ലാപ്രോസ്കോപ്പി വേണോ അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻസ് പോലെയുള്ള ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യണോ എന്നുള്ളത്. അത് പേഷ്യന്റിന്റെ ഫാക്ടേഴ്സ്, പേഷ്യന്റിന്റെ ഏജ്, അതുപോലെ തന്നെ അവരുടെ ഡ്യൂറേഷൻ, അവരുടെ മെയിൽ ഫാക്ടർ, അങ്ങനെ പല പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്കിനി കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. ഇതിലൊന്നും സക്സസ് ആകുന്നില്ല എങ്കിൽ മാത്രം തേർഡ് ലൈൻ ആയിട്ടാണ് IVF വരിക. അല്ലാതെ ആദ്യം തന്നെ PCOD ഉണ്ട്, ഹോർമോൺസ് വളരെയധികം വ്യതിയാനം കാണിക്കുന്നുണ്ട്, ഡയറക്റ്റ് തന്നെ IVF വേണം എന്നുള്ള ഒരു ചിന്താഗതി തെറ്റാണ്. മെഡിക്കൽ മാനേജ്മെന്റും ലൈഫ് സ്റ്റൈലും മോഡിഫിക്കേഷനുമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് രീതികളായിട്ട് വരുന്നത്.